രാമാ ഓ എറിഞ്ഞോളൂ. കിടക്കണു കണ്ടുവോ? കണ്ട്. എന്താ? പൂ അല്ല, പുഷ്പം. പുഷ്പം പറയൂ. പുഷ്പം. പൂന്നും പുഷ്പം പിന്നെ ഇപ്പൊ നമ്പൂരിശൻ പറഞ്ഞ പോലെയും പറയാ. അത് പൂവും പുഷ്പമൊന്നും അല്ല, തന്റെ വല്യുപ്പാപ്പയാ. നമ്മളല്ല ആമിനാന്റെ. ആരുടേതോ ആകട്ടെ, ദേഹം ആത്മാവ് കോടാലി. ഇത് 3 കുളത്തിൽ കിടപ്പുണ്ട്, ഇനി പൊങ്ങില്ല. കോടാലിയാ? അതുകൊണ്ടല്ലേ വല്യുപ്പാപ്പ മുട്ടനാടിനെ അടിച്ചു വന്നത്. അത് ആമിന പറഞ്ഞില്ലല്ലേ? അവള് പറയാത്ത പലതും ഇരുന്തലക്കടം കണ്ടു. ഇനി അയാൾ സ്വപ്നത്തിലല്ല, അവളുടെ സങ്കല്പത്തിൽ പോലും വരില്ല. അപ്പൊ നമ്മളെ തടസ്സങ്ങളെല്ലാം നീങ്ങിയല്ലേ നമ്പൂരിശ? ധൈര്യമായിട്ട് പോയി ആദ്യ രാത്രി കോശാക്കുക. ഇനി നമ്മള് രാത്രി വരെ കാത്തിക്കാൻ പോടില്ല. എന്നാ ധൈര്യമായിട്ട് പോയി ആദ്യം പകലങ്ങോട്ട് കോശാക്കുക. ഓ എന്താണ് എന്നാ നിങ്ങൾ രണ്ടുപേരും കൂടി തെങ്ങുമ്പോ കയറി. കേറിക്കോ. വെളുക്കുമ്പോ കുളിക്കുവാൻ പോകുന്ന ബൈബക്കിളി വേലിക്കൽ നിന്നവനെ കൊച്ചു കിളിച്ചുണ്ട മാമ്പഴം കടിച്ചു. എന്താ കലന്തൻ ഹാജി വഴി മുടക്കി നിൽക്കുന്നത്? വണ്ടി എടുത്ത് മാറ്റടാ ബൈന്ന്. ഈ പയ്യന്റെ ബാപ്പാന്റെ പയ്യൻ എഴുതി വെച്ചിട്ടാ ചതിയാ. ചങ്ങായി ചതിച്ച കള്ള പന്നി. അടിച്ചു എന്റെ അണപ്പല്ല ഇളക്കടാ. കുതിരേന്റെ മോളിത് വലിയ വർത്താനം പറയാതെ ചുണയുണ്ടെങ്കിൽ ഇറങ്ങി പാടാ. ഇറങ്ങി വന്നാലേ കുത്തി മലത്തിക്കളയും നമ്മള്. ഈ എന്താക്കുന്ന പറഞ്ഞത്? കുത്തുന്ന് പറഞ്ഞാൽ നമ്മള് കുത്തും. എന്നാ കുത്തടാ. കലന്തരാജിയ പറയണ കുത്തുന്ന് പറഞ്ഞാൽ നമ്മള് കുത്തും. എന്നാ കുത്തടാ. അനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ പറയുന്ന വന്ന് നിക്കടാ. വന്ന് തെങ്ങ് ചൈക്കൂലെന്ന് പറയുന്ന ഇമാറുകളൊക്കെ വെട്ടിക്കൊല്ലണം. ഭാഗ്യം, തലയില് വീണത് രക്ഷയായി. വൈദ്യൻ എന്ത് പറഞ്ഞു? വെള്ളം നനയാൻ പാടില്ലെന്ന്, സൂക്ഷിച്ചില്ലെങ്കിൽ പയക്കെന്ന് പറഞ്ഞു. പതുക്കാൻ നമ്മളെ തലയിൽ നിന്ന് ചക്കപ്പായ കബഡി എടുത്തി നോക്കിയപ്പോ നിങ്ങൾ കണ്ടില്ലായിരുന്നു തേങ്ങാക്കൊല ഭൂന്ന്. കബഡിക്കുള്ളി തേങ്ങാക്കൊലയോ? ഇയാളോട് ആര് പറഞ്ഞു തെങ്ങിന്റെ ചോട്ട് പോയി നിൽക്കാൻ? നമ്മൾ പോയി തിന്നല്ല, ആ കലന്തന്റെ ചതിപ്പണിയാണ്. ഓന്റെ പേരിൽ നമ്മൾ പോലീസ് കേസ് കൊടുക്കും. തേങ്ങ തലേ വന്ന് വീണേന് ഓരെന്ത് കുറ്റാ ചെയ്തേ? അന്റെ മനസ്സിൽ ഇപ്പോഴും ആ അമുക്കാണല്ലേ? ഓ അവത്ത് ഞമ്മള് കേസ് കൊടുക്കൂ. എടോ ഹാജിയാരെ, അതിന് കലന്തം തന്നെ ഒന്നും ചെയ്തില്ലല്ലോ. പിന്നെ വേണമെങ്കിൽ തനിക്ക് തെങ്ങിന്റെയും തേങ്ങയുടെയും പേര് കേസ് കൊടുക്കാം. നിങ്ങൾ നമ്മളെ മക്കാറൊക്കെ കേസിനും വക്കാണത്തിനും ഒന്നും പോയോണ്ട് ഒരു കാര്യമില്ല. ബുദ്ധി ഉപയോഗിക്കണം. അബ്ദും കലന്തനും ഒറ്റക്കെട്ടാണ് തനിക്കിപ്പോ ബോധ്യായില്ലേ? അവൻ കച്ചവടത്തിനൊന്നും വന്നതല്ല, തന്നെ ദ്രോഹിക്കാൻ ആ കലന്തം വരുത്തിയതാ. അവനൊരു ഉഗ്രൻ മന്ത്രവാദിയാ. എന്തോ കൂടോത്രം കുഴിച്ചിടാനാണ് അവന് വീട്ടിൽ കയറിയത്. അതവൻ ചെയ്തിട്ടുണ്ട്. അത് ശരിയാ. അതാ ഇങ്ങള് ചെയ്യണ പണിയൊന്നും ഏക്കാത്തത്. ആര് പറഞ്ഞു ഏക്കണില്ല എന്ന്? വല്യുപ്പ പിന്നെ വന്നുവോ? ഇല്ലല്ലോ. അതിന് നമ്മൾ ഒതുക്കിയപ്പോഴല്ലേ തേങ്ങാക്കൊലയിൽ ദുർമന്ത്രം ചെയ്ത് തലയിലേക്ക് ഇട്ടത്. ഇന്നും മണിയറ ഒരുക്കി വെച്ച് അത് ഓർക്കുമ്പോഴാണ് ഞമ്മക്ക് സങ്കടം. തടസ്സങ്ങളെല്ലാം ഞാൻ മാറ്റിത്തരാം. അത് നിങ്ങൾ കുറെ സായില്ലേ പറയാൻ തുടങ്ങിയിട്ട്. ഓരോന്ന് മാറ്റുമ്പോഴും പുതിയ ഓരോന്നും ഉണ്ടാക്കില്ലേ അവന്മാര്. ഇനിയിപ്പോ ഒരു വഴിയേ ഉള്ളൂ, ഒരു കടും പ്രയോഗമുണ്ട്. അതോടെ അവനിവിടെ നോടും. അതൊക്കെ ചെയ്യാ. എന്താ വിശ്വാസം അവനല്ലേ? നിങ്ങൾ ആദ്യം ചെയ്ത് കാണിക്കുക, എന്നിട്ട് നമ്മൾ വിശ്വസിക്കാം. അവൻ ഈ നാട്ടിൽ നിന്ന് വാരും പൊക്കി ഓടും. ഞാൻ കാണിച്ചു തരാം. വരിക. നിങ്ങള് വന്ന് കിടക്കി. 2 ദിവസം കഴിഞ്ഞ കെട്ടയക്കാന്ന വൈദ്യര് പറഞ്ഞിരിക്കണേ. മോളില് നല്ല കാറ്റുണ്ട്, നമ്മൾ അവിടെ ഇരിക്കാം. എന്റെ പൊന്നെ, ആ കൈ ഇങ്ങോട്ട് നീട്ട്, ഞമ്മളൊന്ന് പിടിച്ചു കേറട്ടെ.
ആ കൈ കിട്ടാ. ഇയാളിത് എങ്ങോട്ടാ പോകുന്ന ശുംഭൻ? തന്റെ തറവാട്ടിൽ കൂടിയിരിക്കുന്ന ഭൂതപ്രേതാദികളെ ഞാൻ ഈ തേങ്ങയ്ക്കുള്ളിൽ ആവാഹിച്ച് കഴിഞ്ഞു. അവരോടാ പുറത്തു പോകാൻ പറഞ്ഞ തന്നോടല്ല. ഇവിടെ ഒന്നിരിക്ക. അപ്പൊ നമ്മളെ പുരയില് ജിന്നുണ്ടാ? തന്റെ പുരയിൽ ജിന്നുണ്ടോ ബ്രാൻഡി ഉണ്ടോ വിസ്കി ഉണ്ടോ എന്ന് നാം എങ്ങനെ അറിയാ? അല്ലോ അതൊക്കെ നമുക്ക് ഹറാമാണ്. നമ്മളെ പുരയില് ഭൂതങ്ങളുണ്ടോന്ന് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ 3 തേങ്ങയ്ക്കുള്ളിലേക്ക് കയറ്റിയിരിക്കുകയാണ്. ഇത് എറിഞ്ഞുടയ്ക്കുമ്പോൾ അവറ്റകൾ പോകും. അവിടെ ഇരിക്കുക. ഈ തുള്ളല് കഴിഞ്ഞാ ഹാജിയാര് ഈ ഇരിക്കുന്ന 3 തേങ്ങ എടുത്തോണ്ട് പോയി ആരും കാണാതെ അവന്റെ ദേഹത്തെറിയ. ഈ താലത്തിലിരിക്കണ ഏതെങ്കിലും ഒരു തേങ്ങ അബ്ദുവിന്റെ ദേഹത്തും ഉണ്ടാ. ഇതിലിരിക്കണ പിശാചുക്കൾ മുഴുവൻ അവന്റെ ദേഹത്ത് കയറും. പിന്നെ അവന് ഭ്രാന്ത. ഈ നാട്ടിൽ നിന്ന് ഓടും. അതിനുള്ള പണികളെ തമ്പുര ഇതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത്. തേങ്ങ വെട്ടിയിട്ടവന്റെ നാശം തേങ്ങയാൽ തന്നെ. വിശ്വാസമില്ല. അപ്പൊ നമുക്ക് ഇമ്മണി വിശ്വാസം വരുന്നുണ്ട്. തിരിച്ചടിക്കാൻ ഈ ഇരുന്തലക്കാരെ സമ്മതിക്കില്ല. പോ പോ പോ. തിരിച്ചടിക്കണ ജാതി തന്നെ. ഇപ്പൊ ഞമ്മക്ക് പെരുത്തി വിശ്വാസായി. തമ്പുരാനെ ഒക്കെ മുറ്റിയതാ, വില ഒട്ടും കുറയില്ലേ? ഹാജിയല്ലേ? ഈ പൈത്തിനെന്താ ബല? 70 റുപ്യ ഹലാക്കിന്റെ പിടിച്ചു. എന്നാ പിന്നെ നിങ്ങൾക്ക് വെറുതെ തരട്ടെ. പള്ളിയിൽ വെച്ച് നീ എന്താ ചെയ്യുന്നത് ഞമ്മക്കറിയാതെ പറഞ്ഞതിന്റെ പൊരുൾ ഇപ്പോഴല്ലേ തിരിഞ്ഞത്. പുറനാട്ടിൽ നിന്ന് വന്നവനെ സഹായിച്ചതിന് മൊയിലാരെ എറിഞ്ഞു കൊല്ലാൻ നോക്കി എന്റെ കൈ കാലും തച്ചോടിക്കല. കള്ള ഈ മാറി ഇനി ഇണീറ്റ് നടക്കരുത്. പശ കാച്ചിക്കൊണ്ട് പോണ കണ്ടപ്പോഴേ തോന്നി പറഞ്ഞു പോയ കയ്യോ കാലോ ഒട്ടിക്കാനാവൂ. അത് ഈ വെള്ളപൂസണ ഒരു കാച്ചിയതാ. ആളെവിടെ? ഹോ കഷ്ടം. മേഴത്തൂർ ഒരു കാല് കഴിച്ചുവിട്ടുണ്ടായിരുന്നു. മടങ്ങി വരുമ്പോ കടവത്ത് വെച്ചാ വിവരം അറിഞ്ഞത്. എന്താ ഇത് കഥ? വൈദ്യരെ, കാര്യമായിട്ട് അപകടം വല്ലതും? ഒന്നും പറയാതിരിക്കാ ഭേദം. ചവിട്ട് കൊണ്ട് നാഭി കലങ്ങി പോയിരിക്കണോ? ഒട്ടും മൂത്രമൊഴിക്കാൻ പറ്റില്ലേ? അയ്യോ, നടുമ്പുറത്ത് കോണായിട്ട് ഇങ്ങനെ ചോര കല്ലിച്ചിരുന്നു. ആരോ 5 കിലോ തൂക്കക്കട്ടി കൊണ്ട് അടിച്ചതാ. 5 കിലോയോ? അതെങ്ങനെ മനസ്സിലായി? മുദ്ര അസലായിട്ട് പതിഞ്ഞിട്ടുണ്ടല്ലോ പുറത്ത്. എന്തിനാ മൊയ്തൂട്ടി ആ മോയിലേറെ തേങ്ങ ഉണ്ടറിഞ്ഞേ? നമ്പൂരിശ, നമ്മളെ മയ്യത്തെടുക്കാൻ നേരായോ? നിങ്ങൾ കബഡി വരത്തി വെച്ചൊന്ന് നോക്കി. അല്ല, അതിപ്പോ ബന്ധനം ദണ്ഡകാരണ്യം ഭൈരവീ മുക്തിയെ ഭാമിനിയും. ശത്രുപക്ഷത്തിന്റെ ആഭിചാരങ്ങളെ എതിർത്ത് തോൽപ്പിക്കാൻ നമ്മുടെ കർമ്മങ്ങളെ ഒന്നുകൂടി ശക്തിപ്പെടുത്തണം. അതെ, സ്വല്പം തെറ്റെങ്കിൽ കണ്ണു പോയേനെ. കാണണല്ലേ, സാരില്ല. അതിപ്പോ ഒരു കണ്ണാന്ന് വെച്ചാലും കാണാലോ. അതല്ലേ ഈശ്വരൻ നമുക്ക് 2 കണ്ണുകൾ തന്നിരിക്കുന്നത്. എന്നാല് നിങ്ങളെ ഒരു കാലം നമ്മള് വെട്ടട്ട. എന്തിന് 2 വെച്ചോണ്ട് എടുക്കട്? അത് മെതിടി. തന്നിട്ടുള്ള ചൂർണം ഉച്ചഭക്ഷണത്തിന് മുമ്പ് കൊടുക്ക. ഞാൻ ഇപ്പൊ പോണു. വൈകിട്ട് കുടിക്കാനുള്ള ഗോമൂത്രം ഞാൻ കൊണ്ടുവരാം. ശനീശ്വരൻ വല്ലാണ്ട് കോപിച്ചിരിക്കുകയാണെന്ന് കരുതുന്നു. 10 ദിവസത്തേക്ക് ഭാര്യാഭർത്തൃ ജീവിതം വേണ്ട. ഇനിയും 10 ദിവസം പെടക്കണ മത്തി മുമ്പിൽ വെച്ചിട്ട് എത്ര കാല പൂച്ച വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കുക? അങ്ങാടിയിൽ വെച്ച് തീവണ്ടി ഓഫീസിലെ ഗോവിന്ദൻ നായർ കൊണ്ടുതന്നതാ. പള്ളി പെരുന്നാളിന്റെ അന്ന് രാത്രി പള്ളിക്കുള്ള ടിക്കറ്റാ. നിങ്ങൾക്ക് ആമനാക്കും കൂടി. ശരിയാണോ നോക്കി? ശരിയാണ്. കരുവാങ്കുഞ്ചുവിന്റെ ആലയുടെ അടുത്തുള്ള കടവില് ഒരു കൊച്ചു തോണി ഉണ്ടാവും. അതിൽ കയറി നിങ്ങൾ അക്കരക്ക് പോകണം. അവിടെ നമ്മളൊരു കുതിരവണ്ടി വരാൻ പറഞ്ഞിട്ടുണ്ട്. ആരുടെ വണ്ടിയാ? അറിയണ ആളാ? ടൗണിലുള്ള ഒരു പാണ്ടിയുടെയാ, ബെങ്കിടി. പേടിക്കണ്ട, ഓൻ നമ്മുടെ ആളാ. ഓ നിങ്ങളെ 2 തീവണ്ടി ഓഫീസിൽ എത്തിക്കും. എങ്ങനെ ഹാജിയാരേക്കിനൊക്കെ നമ്മൾ നിങ്ങളോട് നന്ദി കാണിക്കും. പടച്ചോന് നിറക്കാത്തതൊന്നുമല്ല നമ്മൾ ചെയ്യണമെന്ന് നമുക്കറിയാം. പോലും ദൈവമല്ലേ, മനുഷ്യന്മാരെക്കാൾ ബെവരമുള്ള ആളാണല്ലോ. കാത്തോളൂ നിങ്ങളെ. നമ്മൾ ഈ പുരയില പറമ്പില കയറി നിറഞ്ഞ പള്ളിക്കാരെ നമ്മളെ ഈ നാട്ടിൽ നിർത്തൂല. നീ എഴുത്ത് കൊടുത്താലും കുഴപ്പമില്ല. ഓരുടെ കയ്യിൽ പിടി കൊടുക്കല. മനസ്സിലായി? ഇങ്ങോട്ട് മതി. ആരും കാണില്ല. പോ. കരിയിലെല്ലാം കൊണ്ട് വാരി കൂട്ടിക്കോ. ബാക്കി പണി നാളെ ആകാം.
ആ പശ കാച്ചത് മൂടിയിട്ടുണ്ടാ? ഇല്ല, തുറന്നിട്ടിരിക്കുക. പോയി മൂടിയേക്കടാ. എന്താ അവിടെ? ആരാത്? പോലെ 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 എന്തോ ഒരു സാധനം അങ്ങോട്ട് ഉരുണ്ടുപോയി. ആ കല്ലിന്റെ പിന്നിലുണ്ട്. പിടിക്കടാ, പിടിക്ക, പിടിക്ക. പെരുന്നാളിന്റെ അന്ന് അന്യം കൊണ്ട് നമ്മൾ ഈ നാട്ടിൽ നിന്ന് പോവും. അതുവരേക്കും ആ ഹാജിയാർ അന്നെ കയറി പിടിക്കരുത്. അതിനൊരു ഭയമുണ്ട്.